കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിലും യൂറോപ്പിലുമായി ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. ഏറെ വിവാദമായി തീരുന്ന ഹെഡ് ടീച്ചർ റൂത്ത് പെറിയുടെ ആത്മഹത്യയ്ക്ക് 1.5 വർഷത്തിന് ശേഷം UK സ്കൂളുകളുടെ ഗ്രേഡിംഗ് സിസ്റ്റം എടുത്തുകളഞ്ഞ് ലേബർ സർക്കാർ. സ്കൂളുകളുടെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ നടത്തുന്ന ഓഫ്സ്റ്റഡിൻ ഇൻസ്പെക്ഷന് ശേഷം ഔട്ട്സ്റ്റാൻഡിംഗ് കാറ്റഗറിയിലായിരുന്ന തന്റെ സ്കൂൾ ഇന്നാഡിക്കേറ്റ് കാറ്റഗറിയിലേക്ക് താഴ്ത്തതിനെ തുടർന്നായിരുന്നു റെഡിംഗ് കവർഷാം പ്രൈമറി സ്കൂൾ ഹെഡ് ടീച്ചറായിരുന്ന റൂത്ത് പെറി 2023 ജാനുവരിയിൽ ആത്മഹത്യ ചെയ്തത്. ഇതുവരെ സ്കൂളുകൾക്ക് നൽകി പോന്നിരുന്ന ഔട്ട്സ്റ്റാൻഡിംഗ്, ഗുഡ്, ആഡിക്വേറ്റ്, ഇൻആഡിക്വേറ്റ് എന്നീ സിംഗിൾ ഹെഡ്ലൈൻ ഗ്രേഡുകൾ ഉടനടി പ്രാബല്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നതായി വിദ്യാഭ്യാസ വകുപ്പ് സ്ഥിരീകരിച്ചു. സ്കൂളിൻ്റെ ഓവറോൾ പെർഫോമൻസ്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, കുട്ടികളുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും, സ്റ്റാഫിൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റും കാലിബറും, കൂടാതെ സേഫ് ഗാർഡിംഗ് പോളിസികൾ എത്രയ്ക്ക് എഫക്റ്റീവായി സ്കൂളുകൾ നിർവഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതുവരെ ഔട്ട്സ്റ്റാൻഡിംഗ്, ഗുഡ്, റിക്വയർഡ് ഇംപ്രൂവ്മെൻറ്റ്, ഇൻആഡിക്വേറ്റ് എന്നീ സിംഗിൾ ലൈൻ ഗ്രേഡുകൾ നൽകി പോന്നിരുന്നത്. ഓഫ്സ്റ്റഡ് സ്കൂളുകളിൽ അതേ മാനദണ്ഡങ്ങളനുസരിച്ച് പരിശോധന തുടരുമെന്നും എന്നാൽ ഇപ്പോൾ സ്കൂളുകളുടെ പ്രകടനത്തിൻ്റെ വ്യക്തിഗത വശങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രേഡിങ്ങുകൾ മാത്രമേ നൽകൂ. വിദ്യാഭ്യാസ വിദഗ്ധർ പുതിയ ഗ്രേഡിംഗ് സിസ്റ്റത്തെ എതിർക്കുന്നുണ്ടെങ്കിലും പുതിയ ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നതോടെ ഒരു സ്കൂൾ എന്ത് നന്നായി ചെയ്യുന്നുവെന്നും അത് എവിടെ മെച്ചപ്പെടണം എന്നതിനെക്കുറിച്ചും ക്ലിയർ ആയിട്ടുള്ള ഒരു ചിത്രം മാതാപിതാക്കൾക്ക് നൽകുമെന്ന് കെയർ സ്റ്റാമർ പറഞ്ഞു. ഋഷി സുനകിന്റെ പിൻഗാമിയായി കൺസർവേറ്റീവ് പാർട്ടി നേതാവായും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ റുവാണ്ട ബിൽ തിരികെ കൊണ്ടുവരാൻ ലേബർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ടോറി ലീഡർഷിപ്പ് മത്സരാർത്ഥിയായ ജെയിംസ് ക്ലവർലി. അസൈലം സ്റ്റാറ്റസ് കിട്ടാത്ത അനധികൃത അഭയാർത്ഥികളെ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് അയക്കാൻ ടോറി ഗവൺമെന്റ് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ലേബർ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ആ നടപടി റദ്ദാക്കുകയും അതിനുവേണ്ടി ചെലവാക്കാൻ വെച്ചിരുന്ന പൈസ ബോർഡർ സെക്യൂരിറ്റിയിലേക്ക് വകമാറ്റാനും തീരുമാനിച്ചിരുന്നു. ജർമ്മനിയിൽ കഴിഞ്ഞയാഴ്ച സിറിയൻ യുവാവ് നടത്തിയ കത്തിക്കുത്താക്രമണത്തിൽ 3 പേർ മരിച്ചിരുന്നു. അതിനുശേഷം അഫ്ഗാനിസ്ഥാൻ സിറിയൻ ഇല്ലീഗൽ അഭയാർത്ഥികളെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് കയറ്റിവിടാൻ ഒരുങ്ങുകയാണ് ജർമ്മനി. ഇറ്റലി പോലുള്ള കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ജർമ്മനിയുടെ പാത പിന്തുടരാൻ പോകുന്നതിനാൽ ജെയിംസ് ക്ലവർലിയുടെ ഈ പ്രസ്താവന ടോറി ലേബർ എംപിമാർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയാക്കും. അഭയാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നതിൽ കൺസർവേറ്റീവ് പാർട്ടി അധികാര സമയത്ത് നടത്തിയ മെല്ലെപ്പൊക്ക് നയം മൂലം നൈജൽ ഫെറാറിന്റെ റിഫോം UKയിലേക്ക് പോയ പാർട്ടി വോട്ടുകൾ തിരികെ കൊണ്ടുവരാനായി ശ്രമിക്കുമെന്നാണ് ജെയിംസ് ക്ലവർലിയുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇസ്രായേലിലേക്കുള്ള ചില ആയുധ കയറ്റുമതി UK താൽക്കാലികമായി നിർത്തിവെച്ചു. വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയാണ് പാർലമെന്റിൽ തീരുമാനം പ്രഖ്യാപിച്ചത്. ഇസ്രായേലിലേക്കുള്ള 350 ആയുധ കയറ്റുമതി ലൈസൻസുകളിൽ 30 എണ്ണവും UK സസ്പെൻഡ് ചെയ്യുമെന്ന് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പാർലമെന്റിൽ പറഞ്ഞു. അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ഗുരുതരമായ ലംഘനം നടത്താനോ സുഗമമാക്കാനോ അവ ഉപയോഗിക്കപ്പെടാനുള്ള വ്യക്തമായ അപകട സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ എന്നിവയുടെ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുടെ ലൈസൻസ് സസ്പെൻഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ആയുധ ഉപരോധത്തിന് തുല്യമല്ലെന്നും സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ UK പിന്തുണയ്ക്കുന്നത് തുടരുകയാണെന്നും ലാമി പറഞ്ഞു. 4 ഗാസ അനുകൂല MPമാരുമായി ജെറമി കോർബിൻ പുതിയ രാഷ്ട്രീയ ഗ്രൂപ്പ് രൂപീകരിച്ചു. 2016 മുതൽ 2020 വരെ ലേബർ പാർട്ടി നേതാവായിരുന്നു ജെറമി കോർബിൻ. 2020 ലേബർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച ജെറമി കോർബിൻ ഇത്തവണ സ്വതന്ത്ര MP-ആയിട്ടാണ് UK പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പാർട്ടി വിപ്പ് ലംഘിച്ച് ലേബർ പാർട്ടിക്കെതിരായി വോട്ട് ചെയ്ത 7 ലേബർ MPമാർ 6 മാസത്തെ സസ്പെൻഷൻ നേരിടുകയാണ്. അവർ കൂടെ ഈ പുതിയ ഇൻഡിപെൻഡൻസ് അലയൻസിൽ ലയിക്കുകയാണെങ്കിൽ MPമാരുടെ എണ്ണത്തിൽ 3ാമത്തെ രാഷ്ട്രീയ ശക്തിയായി മാറും. 2 കുട്ടികൾക്കുള്ള ആനുകൂല്യ പരിധി ഇല്ലാതാക്കുന്നതിനും ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കുന്നതിനെതിരെയും തങ്ങളുടെ പുതിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമെന്ന് ഇൻഡിപെൻഡൻസ് അലയൻസ് പറയുന്നു. വിദേശത്തു നിന്നുള്ള തൊഴിലാളികളുടെ വരവ് നിയന്ത്രിക്കാൻ കാനഡ തീരുമാനിച്ചു. താൽക്കാലിക തൊഴിൽ വിസയിൽ TFWയിൽ എത്തുന്നവരെ നിയന്ത്രിക്കാനുള്ള പുതിയ മാനദണ്ഡങ്ങൾ സെപ്റ്റംബർ 26 പ്രാബല്യത്തിൽ വരും. രാജ്യത്ത് തൊഴിലവസരങ്ങൾ കുറയുകയും തദ്ദേശീയരായ ഒട്ടേറെ യുവാക്കൾ തൊഴിൽരഹിതരായി തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യക്കാർക്കുൾപ്പെടെ ഏറെ തിരിച്ചടിയാവുന്ന ഈ തീരുമാനം. വിവിധ തൊഴിൽ മേഖലയിൽ 20% വരെ കുറഞ്ഞ വേതനത്തിൽ താൽക്കാലികമായി വിദേശ തൊഴിലാളികൾക്ക് അവസരമുണ്ടായിരുന്നു. ഇത് 10% കുറയ്ക്കാനാണ് തീരുമാനം. പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് കാനഡ നേരിടുന്നത്. തൊഴിലില്ലായ്മ നിരക്ക് 6.4%. യുവാക്കളിലെ തൊഴിലില്ലായ്മ 14.2%, കനേഡിയൻ എംപ്ലോയ്മെന്റ് വർക്ക്ഫോഴ്സ് ഡെവലപ്മെന്റ് മന്ത്രാലയം കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം 2021 2023 ഇടയിൽ TFW രീതിയിൽ അനുവദിച്ച തൊഴിൽ വിസകളുടെ എണ്ണം ഇരട്ടിയായി. കഴിഞ്ഞ വർഷം മാത്രം 2.4 ലക്ഷം പേരാണ് ഈ സംവിധാനത്തിലൂടെ ജോലി ലഭിച്ച് കാനഡയിലെത്തിയത്. റെസ്റ്റോറന്റ്, റീറ്റെയിൽ തുടങ്ങിയ മേഖലകളിലായിരുന്നു ഇവരിൽ ഭൂരിഭാഗവും ജോലി ചെയ്തിരുന്നത്. തൊഴിലവസരങ്ങൾ ഏറെയുണ്ടെങ്കിലും വേതനം ഇതിൽ കുറവാണ്. ഓൺലൈൻ ബാങ്കിംഗ് സർവീസുകൾ വന്നതോടെ ബ്രിട്ടനിൽ അടച്ചുപൂട്ടിയത് 5000-ഓളം ബാങ്കുകൾ. ബ്രിട്ടനിലെ ആയിരക്കണക്കിന് ഹൈസ്ട്രീറ്റ് ബാങ്കുകൾ അടച്ചുപോയതോടെ പോസ്റ്റ് ഓഫീസ് ശാഖകൾ കൈകാര്യം ചെയ്യുന്ന പണം റെക്കോർഡ് തലത്തിൽ എത്തി നിൽക്കുകയാണെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. 2015 ശേഷം 6000-ഓളം ബാങ്ക് ശാഖകൾ ബ്രിട്ടനിൽ അടച്ചുപൂട്ടിയപ്പോൾ പല ഉപഭോക്താക്കൾക്കുമുള്ള ഏക ആശ്രയം
പോസ്റ്റ് ഓഫീസുകളായി മാറി. പ്രതിമാസം 50 ശാഖകൾ എന്ന നിരക്കിലാണ് ബാങ്ക് ശാഖകൾ അടച്ചുപോകുന്നത്. പ്രായമേറിയവർക്കാണ് ഈ അടച്ചുപൂട്ടലുകൾ ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓൺലൈൻ ബാങ്കിംഗ് പ്രവർത്തനം അറിയാത്ത ഈ തലമുറ ATM സെന്ററുകളെ ആശ്രയിക്കുന്നതിനും മടിക്കുകയാണ്. ഫോണിലൂടെയുള്ള ബാങ്കിംഗ് അവർ തീരെ ആഗ്രഹിക്കുന്നുമില്ല. ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തെ കണക്കുകൾ പ്രകാരം നിക്ഷേപവും പിൻവലിക്കലും ഉൾപ്പെടെ ഏതാണ്ട് 3.7 ബില്യൺ പൗണ്ടിന്റെ ഇടപാടുകളാണ് പോസ്റ്റ് ഓഫീസുകൾ വഴി നടന്നത്. യുക്മ സംഘടിപ്പിച്ച 6ാമത് കേരളപുരം സ്നേക്ക് ബോട്ട് റേസ് വള്ളംകളി മത്സരത്തിൽ നോട്ടിംഗ്ഹാം NMCA ബോട്ട് ക്ലബ് ചാമ്പ്യന്മാരായി. ഷെഫീൽഡിനടുത്തുള്ള റോത്രം മാൻവേഴ്സ് തടാകത്തിൽ നടന്ന വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ സാൽഫോർഡ് മലയാളി അസോസിയേഷൻ വലിച്ച പുളിങ്കുന്നം വള്ളത്തെ പിന്നിലാക്കിയാണ് നോട്ടിംഗ്ഹാം ചാമ്പ്യന്മാരായത്. കൊമ്പൻ ബോട്ട് ക്ലബ് ബോൾട്ടനാണ് 3ാം സ്ഥാനം. ചലച്ചിത്ര താരം സുരഭി ലക്ഷ്മി മുഖ്യാതിഥിയായിരുന്നു. 27 വള്ളങ്ങൾ പങ്കെടുത്ത ഈ വള്ളംകളി മത്സരം UK അങ്ങോളമുള്ള മലയാളിയുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ടൊവിനോ തോമസിന്റെ ഏറ്റവും പുതിയ ചിത്രമായ അജയന്റെ 2ാം മോഷണത്തിന്റെ ഇന്റർനാഷണൽ പ്രീ ലോഞ്ച് UKയിലെ മാഞ്ചസ്റ്ററിൽ നടന്നു. താരങ്ങളായ ടൊവിനോ തോമസും മിഥുനും സുരഭി ലക്ഷ്മിയും ഡയറക്ടർ ജിതിൻ ലാലും പ്രീ ലോഞ്ചിനായി മാഞ്ചസ്റ്ററിലെത്തിയിരുന്നു. മാഞ്ചസ്റ്റർ യൂട്യൂബറായ മവീഷ് വേലായുധനായിരുന്നു ഈ പരിപാടിയുടെ സംഘാടകൻ. DJ റിജോയ്സിന്റെ ലൈവ് DJയും പ്രീ റിലീസ് ഇവന്റിനെ മനോഹരമാക്കി.